ഹായ് എല്ലാവർക്കും നമസ്കാരം. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ പോകുന്നത് ചെറിയ ഐറ്റംസ് അല്ല, കുറച്ച് വലിയ ഐറ്റംസ് ആണ്. 5 പവൻ്റെ മാലകളാണ് വരുന്നത് കേട്ടോ. നമുക്ക് താലി ചെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 5 പവൻ്റെ 10 ഡിസൈൻസുകൾ നമ്മളിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ താലി ചെയിൻ ഇതെല്ലാം 5 പവൻ്റെ മാലകളാണ്. നമുക്ക് ഇതിൻ്റെ വെയിറ്റ് കുറച്ചും കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. 2 പവനോ 3 പവനോ 4 പവനോ നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം 8 പിടി 9 പിടി 10 പിടിയാണ് ഇതിൻ്റെ അളവും വരുന്നത്. ആദ്യം നമുക്ക് കാണുന്നത് തളിക എന്നൊരു ഡിസൈനാണ്. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാം, നമുക്ക് ഇവിടെ പറയുന്ന ഒരു പേരാണ് നമ്മളിതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് തളികയാണ്. തളികക്കട്ട എന്ന് പറയുന്ന മാലയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തിരിക്കുന്നത് സവിതം എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഈ ഒരു ഒറ്റ പേര് തന്നെയാണ് പറയുന്നത്, സവിതം മാലയാണ്. സവിതത്തിന് നമുക്ക് ഇതിൻ്റെ ഒരു കട്ടിങ് ഉണ്ടോ, സാധാരണ നമ്മളെ സവിതം കണക്കല്ല. ഇതിൽ ചെറിയ ഒരു കട്ടിങ്സ് അധികം കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ആണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ പ്ലെയിൻ സവിതമല്ല, ഒരു ചെറിയൊരു കട്ടിങ് കൂടെ വരുന്ന ഒരു സവിതമാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ബോളൂറി കട്ടയാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് നമുക്ക് ഈ ഒരു കട്ട, ഈ ഒരു ബോക്സ് ഇല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് മാലകൾ ചെയ്യാറുണ്ട്. ചിലർക്ക് ഈ ഒരു ബോക്സ് ഉള്ളതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു 5 പവൻ്റെ ബോളൂറി കട്ടയാണ് ഈ കാണുന്നത്. പിന്നെ അത് അടുത്തതായി കാണുന്നത് നമുക്കിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പഴയ പണ്ട് മുതലേ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ കയറുപിരി മാല. കയറുപിരി ഹോളോ കയറാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് കട്ടിക്കയറുണ്ട്. കട്ടിക്കയറാണ് കുറച്ചും കൂടി ഒരു സ്ട്രോങ് വരുന്നത്. ഹോളോ കയർ നമുക്ക് പൊലിമയ്ക്കായിട്ടാണ് കൂടുതൽ നമുക്ക് ഈ ഒരു ഹോളോ കയർ ഉപയോഗിക്കുന്നത്. ഇത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ കാണുന്ന ഇത്രയും ചെയിനിലും ഏറ്റവും കൂടുതൽ പൊലിമ വരുന്ന നമുക്ക് എന്താ പറയുക, ലോട്ടസ് ചെയിനാണ്. ലോട്ടസ് ചെയിൻ്റെ നോക്കിയാൽ 2 സൈഡ് നിങ്ങൾക്ക് കാണണ്ടോ. ഈ ലോട്ടസ് ചെയിൻ നോക്കിയാൽ നല്ല പൊലിമയാണ്. ഇത് കുറച്ച് എന്താ പറയുക, നമുക്കിത് ഡെയിലി ഇടാൻ പറ്റില്ല, കുറച്ച് ഡെയിലി ഇടാം. എന്നാലും ഈ വളരെയധികം കെയർ ചെയ്യണം. കാരണം ഭയങ്കര ഇത്രയും പൊലിമയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിന് എന്താ പറയുക, കട്ടി കുറവായിരിക്കും. അപ്പോൾ ലാസ്റ്റിങ്ങും അതുപോലെ കുറവായിരിക്കും. നിങ്ങൾ അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വേണം ഈ ഒരു മാല ഉപയോഗിക്കാൻ. ഇത്രയും പൊലിമയുള്ളതൊന്നും ഇപ്പോൾ ആൾക്കാർ ഇടില്ല എന്ന് തോന്നുന്നു. എന്നാലും ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. ഇത് അടുത്തത് നമ്മൾ നേരത്തെ നമ്മൾ സവിതം കണ്ടതിൽ സവിതം ബോക്സ് ബോക്സ് വന്നേക്കുന്ന കണ്ടോ. സവിതത്തിൻ്റെ തന്നെ ആ ഒരു കട്ടിങ് ഉൾപ്പെടെയുള്ള സവിതത്തിൻ്റെ തന്നെ ബോക്സും കൂടെ ചെയ്തിട്ടുള്ള ടൈപ്പ്. ഇത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന ഹോറസ് ആണ്. ഇതിൻ്റെ ഒരു ലീഫ് ചെയിൻ വന്നേക്കുന്നത്, ഹോറസ് ലീഫാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു റൗണ്ട് ഉരുണ്ട പാറ്റേൺ. ചിലർ ചോദിക്കാറുണ്ട് നമുക്ക് ഉരുണ്ട മാലകൾ വേണം, ഉരുണ്ട ടൈപ്പിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അതും അത്യാവശ്യം നമുക്ക് പൊലിമ വരുന്നതാണ്. അടുത്തത് എസ് ചെയിനാണ് വന്നേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ എസ് ചെയിൻ. ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു മില്ലർ ചെയ്യാം, ഇതിൻ്റെ അടുത്ത് ഗോപുരങ്ങൾ ചെയ്യാം, എസ് ഗോപുരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ഒരുപാട് മോഡൽസ് നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. വളരെയധികം എന്താ പറയുക, പൊലിമയും എന്നാൽ ജെൻസൊക്കെ യൂസ് ചെയ്യുന്നൊരു മാലയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ടൈപ്പ്. ഇത് അടുത്ത നമ്മൾ കാണാൻ പോകുന്നതിൽ സെക്കൻഡ് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് നമ്മളെ സിലോയാണ്. ഈ സിലോ കട്ട ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. സിലോ കട്ട നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് മോഡൽസ് ഉണ്ട്, പക്ഷേ ഞാൻ കുറച്ച് മോഡലുകൾ മാത്രമേ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സിലോയാണ്. സിലോയെ സംബന്ധിച്ചിടത്തോളം നല്ല ലാസ്റ്റിംഗ് ആണ് വരുന്നത്. എന്താ പറയുക, നല്ല ഫ്ലെക്സിബിളും അതുപോലെ തന്നെ നല്ല ഉറപ്പുള്ള മാലയാണ് സിലോ. അധികം ഇതിനകത്ത് ഉള്ളിൽ അഴുക്ക് കയറത്തില്ല. കാരണം വളരെ ഹോളിംഗ് ആയിട്ടുള്ള വർക്കായിട്ടുള്ളത് നമുക്ക് എന്താ പറയുക, അതിനുള്ളിൽ അഴുക്ക് കയറത്തില്ല. ഈ സിലോ മാല ലാസ്റ്റിങ്ങിന് വേണ്ടി എല്ലാവരും ചോദിക്കുന്നതാണ് ഈ ഒരു ഐറ്റം. നല്ല കട്ടി ഉണ്ടാവും, നല്ല ബലം ഉണ്ടാവും സിലോയ്ക്ക്. അടുത്തതായി ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് നമ്മളുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് മുല്ലമാല എന്ന് പറയുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ഒരു മുല്ല ചെയിൻ. ഇതിനകത്ത് നോക്കി 5 പവൻ്റെ 10 പിടിയുടെ മുല്ലമാലയാണ് നമ്മളീ കാണുന്നത്. 5 പിടി. ഈ നോക്കി ഏറ്റവും കൂടുതൽ നീളുന്ന ആ ഒരു മുല്ലമാലയ്ക്ക് എന്നാൽ അതിൻ്റെ ഒരു വർക്കും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും വളരെയധികം ഭംഗിയായിട്ട് നമ്മളെ വർക്കേഴ്സ് ചെയ്തിരിക്കുന്ന 5 പവൻ്റെ മുല്ലമാല കണ്ടോ. അതിൻ്റെ ഒരു വെയിറ്റും 5 പവനേ ഉള്ളൂ. എന്നാലും നല്ല മനോഹരമായിട്ട് ഏറ്റവും കൂടുതൽ പൊലിമ തോന്നിക്കുന്നത് ഏറ്റവും കൂടുതൽ താലി ചെയിനായിട്ട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന മാലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട എല്ലാ മാലകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വേണ്ട വെയിറ്റിനുള്ള പറഞ്ഞാൽ മതി. നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. ആ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ പർച്ചേസ് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.